ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകുന്നതിനുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് സിസ്റ്റർ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞതാണ്, ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന വഴി നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നൽകുന്നതാണ്. ഞാൻ നിന്നെ പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ ജപമാല പ്രാർത്ഥന നിരന്തരം ചൊല്ലുക. എത്ര വലിയ കഠിന പാപിയായാലും ഒരിക്കലെങ്കിലും ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന ചൊല്ലിയാൽ എൻ്റെ അനന്തകാരുണ്യത്തിന് കൃപ പ്രാപിക്കുന്നതാണ്. സിസ്റ്ററിനോട് കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജപമാല ചിലർക്കല്ല, മിക്കവർക്കും അറിയാം. എന്നിരുന്നാലും ചിലർക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇടുന്നതാണ്. കരുണയുടെ കൊന്ത, കരുണയുടെ ജപമാല. ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു വിശ്വാസപ്രമാണം. എന്നിട്ട് നമ്മൾ സ്വർഗസ്ഥനായി ചെല്ലുന്ന മണികളിൽ, നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദേഹത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഇത് സ്വർഗസ്ഥനായി ചെല്ലുന്ന മണി. ഇനി 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നിടത്ത്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഇങ്ങനെ 10 മണി ചൊല്ലുക. അങ്ങനെ കൊന്ത 5 പ്രാവശ്യം നമ്മൾ ജപമാല 50 മണി ചെല്ലുന്ന പോലെ ചെല്ലുക. അവസാനം ഓരോ രഹസ്യം കഴിയുമ്പോഴും, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കർത്താവിൻ്റെ കരുണ നമ്മുടെ ഭവനത്തിൽ തിന്മയുടെ ശക്തികൾ പോകുന്നതിനും മദ്യപാനം അങ്ങനത്തെ ദുശീലങ്ങളുള്ള കുട്ടികളിൽ, മാതാപിതാക്കളിൽക്കൊക്കെ ഇത് മാറുന്നതിന് ഇത് നമ്മുടെ ഭവനങ്ങളിൽ ചൊല്ലുന്നത് നല്ലതാണ്. ഇത് ഏറ്റവും ചെല്ലേണ്ട സമയം 3 മണിയാണ്. 3 മണി ക്ലോക്കിലടിക്കുമ്പോൾ നമ്മൾ മുട്ടുമ്പോൾ നിന്ന് ചൊല്ലുന്നത്, അതേപോലെ തന്നെ പുലർച്ചെ ചൊല്ലുന്നത് അത് നമുക്ക് സാധിക്കുന്നു വരില്ല. ചിലരെല്ലാം ചൊല്ലും, ഞാൻ ചൊല്ലുന്നുണ്ട്. അപ്പോൾ 3 മണിക്ക്, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നമുക്ക് എണീറ്റ് ഇത് ചൊല്ലാം. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ കരുണ നമ്മുടെ ഭവനത്തിലേക്ക് ഒഴുകാൻ പ്രാർത്ഥിക്കാം. ആമേൻ.